കണ്ടില്ലേ കണ്ടില്ലേ വഴിയോരത്ത് ബൈക്ക് ആക്സിഡൻറ്റും ബസ് ആക്സിഡൻറ്റും കൊലപാതകവും ഡ്രഗ് അടിച്ച് കുടിച്ച് ഇല്ലാണ്ടാവണ ഹതഭാഗ്യർ എത്രയോ ചെറുപ്രായത്തിൽ ഒരു 20 വയസ്സിനിടയിലൊക്കെ ഹതഭാഗ്യ എന്ന് പറയണത് സ്വന്തം തന്തയുടെ തള്ളയുടെയും വൃത്തികെട്ട റീട്ടാർഡ് നേച്ചർ വിവരമില്ലായ്മ അതേപടി അനുകരിച്ച് സ്പൂൺ ഫീഡിങ് അനുകരിച്ച് പിന്നെ ഇവർ ഓൾറെഡി ശവമായിട്ട് ധൈര്യമില്ലാണ്ട് ശോഷിച്ചാവസ്ഥയിൽ മുഴുകി നടന്ന് സ്വന്തം തന്ത തള്ള ഇവരോർത്ത് കരഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. പോട്ടെ എന്ന് വിചാരിക്കണം. സ്വന്തം തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് നേച്ചർ അതേപടി അനുകരിച്ച് അത് മനസ്സിലാക്കി തെറ്റാന്ന് മനസ്സിലാക്കി അത് ധൈര്യമായിട്ട് മാറാൻ നിൽക്കാൻ അറിയില്ല. അപ്പം ഇങ്ങനെയുള്ളവർക്ക് പിന്നെയും ഫിസിക്കലി ചാവേണ്ട ആവശ്യമില്ല, ശവപ്പെട്ടി ആവശ്യമില്ല, പൂമഞ്ചിയും ആവശ്യമില്ല. അതാണ് പെട്ടെന്ന് കത്തിച്ച് കളയണം. ഇങ്ങനെ കുമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചുവാര്യർ പോലത്തെ വിഡ്ഢികളെ അവർക്ക് ആരെയും പറയിപ്പിച്ചാൽ മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ. പാതിരി വേഷം കെട്ടണ്ടെന്ന് പറയുമ്പോൾ അത് കെട്ടും, വളഞ്ഞ മോന്തിയും വെച്ച്. അതുപോലത്തെ എല്ലാ വിഡ്ഢിത്തത്തിലും മുഴുകും. ജീവനില്ലാത്ത വിഗ്രഹാരാധനയും തമ്മിൽ കുഴിയിൽ ചാടിച്ച് വിഡ്ഢിത്തം പറഞ്ഞു കൊടുത്ത് ഭാര്യ ഭർത്താവായാലും തമ്മിൽ കുഴി ചാടിച്ച് ചാണകമോന്തയും കുരുട്ടുമോന്തയുള്ള കൂട്ടുകാരും വൃത്തികെട്ട സാധനങ്ങളായാലും തമ്മിൽ കുഴിയിൽ ചാടിച്ച് സ്വന്തം തന്തയുടെ തള്ളയുടെയും വീട്ടാരുടെ നേച്ചർ അനുകരിച്ച് സ്പൂൺ ഫീഡിങ് അതുപോലെ അനുകരിച്ച് ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് ധൈര്യമില്ലാണ്ട് ശോഷിച്ച അവസ്ഥയിൽ മുഴുകി പിന്നെ ഓൾറെഡി ശവമായവർക്ക് വീണ്ടും ശവമാവേണ്ട ആവശ്യമില്ല. ശവപ്പെട്ടി തന്നെ അവർ വേണ്ടാന്ന് പറയും. പക്ഷെ പൂവും മഞ്ചൊക്കെ ഒരുക്കി കിടക്കുന്നുണ്ട് മ്ലാനമായ ഒരു മേന്മയില്ലാത്ത മുഖം വെച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള വിഡ്ഢികൾക്ക് ചാവേണ്ട ആവശ്യമില്ലാന്ന്. ഓൾറെഡി ചത്ത് ധൈര്യമില്ലാണ്ട് ശോഷിച്ച അവസ്ഥയിൽ മുഴുകി നടക്കുന്നവർക്ക് പിന്നെ ഒരു ശവപ്പെട്ടിയുടെ ആവശ്യമില്ല. ശവപ്പെട്ടി തന്നെ അവരെ സ്വീകരിക്കാൻ അറയ്ക്കും. അപ്പം അങ്ങനത്തെ വിഡ്ഢിത്തരത്തിലൂടെയാണ് ഇപ്പോൾ സ്വന്തം തന്തയുടെ തള്ളയുടെയും അതേ ശോഷിച്ച അവസ്ഥ, റീട്ടാർഡ് നേച്ചർ, അറിവില്ലായ്മ, ധൈര്യമില്ലായ്മ അതുപോലെ അനുകരിച്ച് നടക്കുന്ന സ്പൂൺ ഫീഡിങ്. കാരണം ഇത്രയ്ക്കും ശോചനീയമായ അതാണ് കുറേ തന്തയും തള്ളയും അമ്മയും അപ്പനും മോനും തമ്മിൽ വിഡ്ഢിത്തം പറഞ്ഞു കൊടുത്ത് ഭാര്യയും ഭർത്താവും കുട്ടികളായിട്ട് ജീവിക്കുമായിരിക്കും. അല്ല ഹിന്ദിക്കാരത് അവിടെ പോകുന്നുണ്ടോ? അപ്പോൾ ഓരോന്നും വിഡ്ഢിത്തം പറഞ്ഞ് തലയ്ക്ക് വിവരമില്ലാത്ത ജീവനില്ലാത്തത് ആരാധിച്ച് കഴിച്ച് മൂട്ടിന്ന് വിടേണ്ട സമയത്ത് മൂടും ചെയ്തോളൂ. പക്ഷേ ഈ വായ കൂടെ മൂട്ടിന്ന് വിട്ട് അവരെ പറയിപ്പിച്ച് പറയണ വിഡ്ഢിത്തം, കുറേ കത്തികൊത്ത് നടത്തി ഹത്യയാക്കി കുറേ കൂട്ടുബലാത്സംഗം ചെയ്തു അവർ പറയണ ടോണ പറയണത്. അവർ തമ്മിൽ റെസ്പെക്റ്റ് ഇല്ല, അവർ പറയണത് തമ്മിൽ അലിവില്ല ആ വിഡ്ഢികൾക്ക്. എന്നിട്ട് കുറേ ഫാമിലി കൊലപാതകം ചെയ്തു, കത്തിക്കുത്ത് അടിപിടിയാക്കി ഇവിടെ നടത്തി എന്ന് പറയുമ്പോൾ ആ സ്റ്റോറി അവിടെ കാണിക്കുമ്പോൾ വിഡ്ഢിത്തത്തിന് കൈയടിക്കാണ്. വൈറ്റ് സ്ക്രീനിൻ്റെ മുന്നിൽ പുകയുടെ മുന്നിൽ അവർ വളഞ്ഞ പല്ല് പുറത്തേക്ക് ചാടി വളഞ്ഞ മോന്ത ചിരിക്കണ കാണാം. ഇത്രയ്ക്കും വൃത്തികെട്ടായിരുന്നു കുട്ടി വാങ്ങണവരെ നിർബന്ധ ബുദ്ധിയും ദുഷ്ടാട്യവും ഭയങ്കര ബുദ്ധിയില്ലാത്ത ധാർഷ്ട്യം. മരുന്ന് കൂട്ടി വാങ്ങണം നിർബന്ധമുള്ളവർ ഇതുപോലെ അവിടെ ഇവിടെയും കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇപ്പം തന്നെ മനസ്സിലായി ഏതൊക്കെ മുക്കിൽ കിടക്കുന്നുണ്ടെന്ന്. വെഡിത്ത മരുന്ന് കൂട്ടി വാങ്ങണം സ്വന്തം ശോഷിച്ച അവസ്ഥ, സ്വന്തം ശോഷിച്ച നാവ്. അതിലൂടെ ഞാൻ പറയിപ്പിച്ചിട്ടാണോ പറഞ്ഞത്? അല്ല, ഞാൻ ആരും പറയിപ്പിക്കാറില്ല, ഇങ്ങോട്ട് ആരും പറയിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇപ്പോൾ ഹിന്ദിക്കാർ എന്തെങ്കിലും അവിടെ കൊണ്ടുവന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനത്തെ വാക്കുകൾ പറയണല്ലേ. ഞാൻ പറയും യു ആർ ഫണ്ണി പേഴ്സൺ, യു ആർ ഗ്രേറ്റ് പേഴ്സൺ വേൾഡ് അപ്റ്റീക് ഹാ പേഴ്സ് എക്സ്കലൈനായി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു പറയുന്ന രീതി നോക്കി എങ്ങനെയാണ്. പക്ഷെ വിഡ്ഢികൾ അങ്ങനെ പറയും. കുട്ക്കും കഴിച്ച് നടക്കണം, ബീഡി വലിച്ച് നടക്കണം കൊലയാളികളും ഹിന്ദിക്കാരും ഇതുപോലെ പറയുമോ? ഹിന്ദിക്കാരും ഇന്ത്യൻസും മലയാളികളും ഇപ്പോൾ ഓരോപോലെ മണ്ടന്മാരാവാണ് ചെയ്യണത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ 21 ദിവസം ബെഡ് റെസ്റ്റായി, അല്ലെങ്കിൽ അവൻ്റെ കൾപ്രിറ്റിനെ കുറിച്ചോ എന്തെങ്കിലും സോങ് അല്ലെങ്കിൽ ഡ്രാമ മിമിക്രി ചെയ്ത് ജയിച്ചു, അതിനെക്കുറിച്ച് താഴ്ത്തി പറയാനോ പൊക്കി പറഞ്ഞിട്ടില്ലേ. താഴ്ത്തി പറയുന്നു പൊക്കി പറയുന്നു പൂർണ്ണ അറിവോടെ ആവട്ടെ. അല്ലെങ്കിൽ കൊങ്കണി പോർച്ചുഗീസ് കേട്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ കേട്ട് പറയണത് ഇംഗ്ലീഷ് മികവില്ല. അപ്പോൾ ഹിന്ദി പറയിപ്പിക്കില്ല. 30 വയസ്സ് കഴിഞ്ഞ് ജോലിക്ക് പോയ പോലെയല്ലോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സാമ്പിൾ റെയിൽവേ സ്റ്റേഷനിൽ 30 വയസ്സ് കഴിഞ്ഞ് 1 വർഷം 2 വർഷം കഴിഞ്ഞ് ജോലിക്ക് പോയി തിരിച്ചു വരണ പോലെയല്ല. ഫാമിലിയിൽ നിൽക്കണം, ചെറുപ്പത്തിലോട്ട് കൈയും കാലും വളരുമ്പോൾ അവിടുത്തെ കൾച്ചർ സ്വീകരിച്ച് വരുന്നത്. അപ്പോൾ അവിടെ ഹിന്ദി പറയണ പോലെ അല്ല അത്. അപ്പോൾ ഹിന്ദി ഇല്ല.
അപ്പോൾ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അതൊക്കെ പറഞ്ഞു. അതുപോലത്തെ ഓരോരോ സബ്ജക്റ്റിനെ കുറിച്ചോ മാർക്കിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ഒന്ന് മുഖത്ത് നോക്കി ഹാരിസ എന്ന് പറഞ്ഞ ഡാന എന്ത് പറഞ്ഞ് വിളിച്ചൊന്ന് തോണ്ടി സംസാരിക്കാനുള്ള ധൈര്യം വേണ്ട ഇങ്ങനെയുള്ള കുരുട്ടുകൾക്ക്. സ്വന്തം പൂർണ്ണ അറിവില്ലാത്ത അവസ്ഥ, ശോഷിച്ച അവസ്ഥയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാത്തത് ചെയ്യുന്നതും. ചെയ്തിട്ടും കണ്ടിട്ടും പറഞ്ഞിട്ടും പറയിപ്പിച്ചിട്ടും ചിന്തിക്കുന്നതും ചെയ്തിട്ടില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന വ്യത്യാസമുണ്ട്. അതാണ് ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിക്കാൻ പഠിക്കും. ബുദ്ധി ഉപയോഗിക്കാൻ അറിയില്ല നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ജീവനില്ലാത്തതിനെ ആരാധിച്ച് നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസ്, നശ്വരമായ മൃഗങ്ങളെയും എരുമയാണോ നിങ്ങൾ സൃഷ്ടിച്ചത്, എരുമകളെയും ആരാധിച്ചിട്ട് ജീവനുള്ള ദൈവം അതല്ല. എരുമയാണോ, എരുമയുടെ ചായയാണോ നിങ്ങൾക്ക് മനസ്സിലായി, കറുത്ത ചാണകമാണോ നിങ്ങൾ വിടണേ ഊട്ടിയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കുക. എന്നിട്ട് ഈ വിഡ്ഢികളെ ജീവനില്ലാത്തത് ആരാധിക്കണം. എത്ര വെളുത്ത ലിപ്സ്റ്റിക്കുള്ള ഉയരുള്ള കറുത്ത ആദിവാസികളെ ആണെങ്കിലും കൊടവയറുള്ള ആദിവാസികളാണെങ്കിലും ഈ പെട്ടത്തലയത്തെയും കുടവേറത്തെയും ആണെങ്കിലും തലയിൽ ശേഷം ബുദ്ധി ഇല്ലെങ്കിൽ ഈ ജീവനില്ലാത്തതിനൊക്കെ ആരാധിച്ച് എരന്ന് കൂട്ടി വാങ്ങേണ്ട സമയത്ത് തമ്മിൽ കുഴി ചാടിച്ച് വിഡ്ഢിത്തം പറഞ്ഞ് സ്വയം നിങ്ങൾക്ക് തമ്മിൽ റെസ്പെക്റ്റ് ഇല്ല, അലിവില്ല. ഈ വിഡ്ഢിത്തത്തിലൂടെ എപ്പോൾ വേണമെങ്കിൽ തകർന്നു പോകാനുള്ള മെറ്റീരിയലിസ്റ്റിക് ശോഷിച്ച അവസ്ഥയിൽ മുഴുകി നടക്കണ വൃത്തികെട്ട മോതയുള്ള ശവങ്ങൾ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും താഴ്ത്തി അല്ലാണെന്നൊന്നും എൻ്റെ മുഖത്ത് പറഞ്ഞിട്ടില്ല, താഴ്ത്തി പൊക്കി പറയാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ. എന്ന് പറയുക പൂർണ്ണ അറിവോടെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മൂട്ടിന്ന് വിടണ പോലെ നാവിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മൂടിൽ ജോലി നാവ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി കാണിക്കുക, ജീവനുള്ള ദൈവത്തെ പുകഴ്ത്താൻ. അല്ലാണ്ട് നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെയും എരുമേനെയും എലീനെയും ഉറുമ്പുകളെയും ആനേനെയും അല്ല മഞ്ഞൾപ്പൊടി ഇടേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ട് ആനയുടെ കണ്ണ് കാണണ്ടാവും, ആന അങ്ങോട്ട് ഓടി നടക്കും. അതിന് പിന്നെ ആന കുറേ ഓടി നടക്കാൻ കുറേ ഗുണ്ടുകൾ, തലയ്ക്ക് വിവരമില്ലാത്ത വിഡ്ഢികൾ. എന്തെങ്കിലും ലവ് വീഡിയോസ് എന്തെങ്കിലും കണ്ടോട്ടെ, പക്ഷെ അതിൽ കള്ള് കുടിച്ചിട്ട് ഗുഡ്കിയും കഴിച്ച് മൂക്കിപ്പടിയും വലിച്ച് ഡ്രഗ് അടിച്ച് ശോഷിച്ച അവസ്ഥയിൽ മുഴുകി വിഡ്ഢിത്തം പറഞ്ഞ് വിഡ്ഢിത്തത്തിൽ കൈയടിച്ച് ജീവനില്ലാത്തത് കഴിച്ച് പറഞ്ഞ് ആരാധിക്കണ രീതി എനിക്കില്ല. ഏത് രീതിയിൽ പറയണേ നോക്ക്. ഇതുപോലെ ഗുണ്ടുകളും ഹിന്ദിക്കാരും പലയാളികളും കൊള്ളയാളികളും നളയാളികളും ഇതുപോലെ പറയുമോ? പറയിപ്പിച്ചിട്ടല്ല, അല്ലെങ്കിൽ അവർ പെടും. എന്നുവെച്ചാൽ അവർ ശോഷിച്ച അവസ്ഥയിൽ സ്വന്തം വൃത്തികെട്ട തന്തയുടെ തള്ളയുടെയും അറിവില്ലായ്മ റീട്ടാർഡ് ടീച്ചർ അനുകരിച്ച് വളഞ്ഞ മോന്തയും വെച്ച് ഇൻ്റർവ്യൂ കൊടുക്കണവരാണ്. അപ്പോൾ ഇങ്ങനത്തെ സബ്ജക്റ്റിനെ കുറിച്ച് മാർക്കിനെ കുറിച്ചോ പരിസരത്തെക്കുറിച്ചോ മൂത്രപ്പുരനെ കുറിച്ചോ ഏതെങ്കിലും പെണ്ണുങ്ങളെ കുറിച്ചോ എന്തെങ്കിലും വിഡ്ഢി സാർമാരെ കുറിച്ചോ എൻ്റെ മുഖത്ത് നോക്കി ഡിസ്കസ് ചെയ്യാൻ വരെ അവർക്ക് ധൈര്യമില്ല. നിവർന്ന് ഗ്രേ പാൻറ്റും വൈറ്റ് ഷർട്ട് പോകുമ്പോൾ തോണ്ടി സംസാരിക്കാനുള്ള ബോധമില്ലാന്ന്. തലയിൽ വല്ല മുടി ബാക്കിയുണ്ടെങ്കിലല്ലേ ഉള്ളിൽ ബോധം ഉണ്ടാവുള്ളൂ. അതിന് ചിന്തിക്കാനുള്ള രീതി കാണിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഹതഭാഗ്യരായിട്ട് നേരത്തെ തന്നെ ചാവേണ്ടി വരും. നേരത്തെ തന്നെ ചാവുന്നത് ഈ വിഡ്ഢികൾ 30 വയസ്സിന് മുകളിലൊക്കെ ചാവുന്നത്, അത്ര വലിയ 34 വയസ്സിന് മുകളിൽ ചാവുന്നതൊക്കെ അവരുടെ ഹതഭാഗ്യമാണ്. എന്താ പറയുന്നത്, നേരത്തെ തന്നെ അകാല മരണം. സ്വന്തം തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് ടീച്ചർ അതേപടി അനുകരിച്ച് അറിവില്ലായ്മ ഈ വിഡ്ഢിത്തത്തിൽ മുഴുകി നടക്കണതിന് തന്തയും തള്ളയും ഇവർ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. ഒരു വേസ്റ്റ് ജീവിതം എന്ന് പറഞ്ഞിട്ടില്ല, വേസ്റ്റ് ലൈഫ് ജീവിച്ചിട്ട് ഇവർക്ക് എന്ത് കാര്യം? ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ശോഷിച്ച അവസ്ഥയിൽ മുഴുകുക. എന്താ കാര്യം അവർക്ക്? തമ്മിൽ കുഴി ചാടിക്കുക. അപ്പോൾ നടന്നോ, എന്താ വെച്ചാൽ അയക്കും.